മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. നാലാമത്തെ പാഠത്തിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ കിട്ടിയതല്ലേ? ഞാൻ എന്താണ് മാഗ്നറ്റ്, എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഈ ഭാഗങ്ങളൊക്കെ കിട്ടിയതല്ലേ? അതിന് ശേഷമുള്ള ഭാഗമല്ലേ എനിക്ക് വേണ്ടത്. ഇപ്പൊ നമ്മളെ ആദ്യത്തെ ക്ലാസ്സിൽ ബേസിക്സ് ഓഫ് മാഗ്നറ്റിസം, ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിച്ച മാഗ്നറ്റ്സിന്റെ യൂസ് എന്താണ്, റിയൽ ലൈഫിൽ എവിടേക്കാണ് യൂസ് ചെയ്യുക, അതിന്റെ സ്റ്റോറി ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് മാഗ്നറ്റ് എന്നുള്ള പേര് വന്നത്, നാച്ചുറൽ മാഗ്നറ്റ്സ് എന്താണ്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്താണ്, മാഗ്നറ്റിന് രണ്ട് പോൾ ഉണ്ടാവും, സിംഗിൾ പോൾ ഒരിക്കലും ഉണ്ടാവില്ല, മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്, എന്തൊക്കെയാണ് റിപ്പിൽ ചെയ്യുക, നോർത്തും നോർത്ത് റിപ്പിൽ ചെയ്യും, ലൈക്ക് പോൾസ് റിപ്പിൽ ചെയ്യാണ് ചെയ്യുക, അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. പിന്നെ ടൈപ്സ് ഓഫ് മാഗ്നറ്റ്, യു മാഗ്നറ്റ്, ഹോഷു മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ്, മാഗ്നറ്റിക് നീഡില്, കോമ്പസ് നീഡില്, ഇതെല്ലാം പറഞ്ഞപ്പോൾ ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് തൊട്ട് പറയാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. ഓക്കെ, ഈ മാഗ്നറ്റിന്റെ അടുത്തേക്ക് ഞാൻ വേറൊരു മാഗ്നറ്റ് കൊണ്ടുവന്നാൽ സൗത്ത് പോൾ കൊണ്ടുവരികയാണെങ്കിൽ അട്രാക്ഷൻ ഉണ്ടാവും, നമുക്കറിയാം. എന്നാൽ ഇത് എവിടെ നിന്നാണ് ഈ അട്രാക്ഷൻ തുടങ്ങുക? ദൂരെ വെച്ചാൽ അട്രാക്ഷൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ മാഗ്നറ്റിന്റെ അടുത്ത് ഇതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന, മാഗ്നറ്റിന് ചുറ്റും അതിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്, ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയക്കാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. എല്ലായിടത്തും ഫോഴ്സ് ഉണ്ടാവില്ല, അതിന്റെ അടുത്തേക്ക് വരുന്ന നേരം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയക്കാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. കാന്തിക മണ്ഡലം എന്നാണ് മലയാളം. ഒരു മാഗ്നറ്റിന് ചുറ്റും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏരിയക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റുമോ? ഒരു മാഗ്നറ്റ് എടുത്ത് വെച്ചാൽ അതിന് ചുറ്റും ഒരു ഫീൽഡ് കാണാൻ പറ്റുമോ? ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇൻവിസിബിൾ ആണ്. പിന്നെ അതിനെപ്പറ്റി എങ്ങനെയാ പഠിക്കുക? അത് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ്. കുറച്ച് അയേൺ ഫയലിങ്സ്, ഇരുമ്പിന്റെ പൊടി ഇതിന് ചുറ്റും ഇങ്ങനെ വെതറി നോക്കും. കുറച്ച് അയേൺ ഫയലിങ്സ് മാഗ്നറ്റിന് ചുറ്റും വെതറി നോക്കും. അപ്പൊ ആ അയേൺ ഫയലിങ്സ് ഒരു പ്രത്യേക പാറ്റേണിലാണ് നിൽക്കുന്നത്. ആ പാറ്റേൺ ആണ് നമ്മൾ ക്ലാസ്സിൽ ലാസ്റ്റ് വരച്ച ചിത്രം. മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും അയേൺ ഫയലിങ്സ് വെതറി കഴിഞ്ഞാൽ അതൊരു പ്രത്യേക പാറ്റേണിലാണ് മാഗ്നറ്റിന് ചുറ്റും അറേഞ്ച് ചെയ്ത് നിൽക്കുക. ഒരു പ്രത്യേക പാറ്റേണിലാണ് മാഗ്നറ്റിന് ചുറ്റും അറേഞ്ച് ചെയ്ത് നിൽക്കുക. ഓക്കെ, ആ പാറ്റേണിന്റെ ചിത്രമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വരച്ചത്. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ പാറ്റേണിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇമാജിനറി ലൈനുകളെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പാറ്റേണിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഒരു മാഗ്നറ്റ് എടുത്തു നോക്കി അതിന് ചുറ്റും ഫീൽഡ് ലൈൻസ് കാണുമൊന്നുമില്ലേ? നമ്മൾ അയൺ ഫയലിങ്സ് നിൽക്കുന്ന ഒരു പാറ്റേണിൽ നമ്മൾ വരച്ചു നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയൊരു ഷേപ്പിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയാം. ഓക്കെ, അതിന്റെ ചിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചു. അങ്ങനെയെങ്കിൽ ഈ ഫീൽഡ് ലൈൻ എന്തെങ്കിലും ഡയറക്ഷൻ ഉണ്ടോ? എങ്ങനെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? സാധാരണ നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ കോമ്പസ് നീഡിലാണ് ഉപയോഗിക്കുക. ഓക്കെ, കോമ്പസ് നീഡ് എപ്പോഴും നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് നിൽക്കുക. എർത്തിന്റെ നോർത്ത് ടു സൗത്ത് ആയിട്ട് അലൈൻ ചെയ്തിട്ടാണ് നിൽക്കുക. ഒരു കോമ്പസ് നീഡിൽ ഞാൻ ഈ മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ അതിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുക? ഞാൻ സൗത്തിന്റെ അടുത്ത് കോമ്പസ് നീഡിൽ കൊണ്ടുവച്ചു. അതിന്റെ നോർത്ത് പോൾ, നീഡിലെ നോർത്ത് പോൾ സൗത്തിന്റെ അടുത്തേക്കാണ് നിൽക്കുക. ആലോചിച്ച് നോക്ക്, നോർത്ത് സൗത്തിനെ അട്രാക്ട് ചെയ്യില്ല ചെയ്യുക. അപ്പം നോർത്ത് പോൾ സൗത്തിന്റെ അടുത്തേക്കാണ് നിൽക്കുക. ഞാൻ ഇവിടെ കൊണ്ടുവച്ചു, ഇവിടെ നോർത്ത് പോൾ നോർത്തിന്റെ അടുത്തേക്കാണ് നിൽക്കുക? അല്ല, നോർത്തും നോർത്തും റിപ്പൽ ചെയ്യാണ് ചെയ്യുക. അപ്പൊ നോർത്ത് അങ്ങോട്ടേക്ക് മാറിക്കും, കാരണം നോർത്തും നോർത്തും റിപ്പൽ ചെയ്യാണ് ചെയ്യുക. പക്ഷെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നോർത്തും സൗത്തും അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ മാഗ്നറ്റിന് ചുറ്റും കുറേ മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവെക്കാം. അങ്ങനെയെങ്കിൽ ആ മാഗ്നറ്റിക് നീഡിലൊക്കെ നിൽക്കുന്ന ഡയറക്ഷൻസിനനുസരിച്ച് ഞാൻ ആ വര നീട്ടി വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ കിട്ടും. കാര്യം മനസ്സിലാക്കണേ. ഫീൽഡ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ അടുത്തേക്ക് മാഗ്നറ്റിക്കിനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഫീൽഡ് ലൈൻ ഉണ്ടോന്നല്ലോ മനസ്സിലായി. പക്ഷെ അതിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. ആ ഇമാജിനറി ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാഗ്നറ്റ് കുറേ നീഡിൽസ് കൊണ്ടുവച്ചു.
അപ്പൊ ഓരോ നീഡിനെ നിൽക്കാൻ നോക്കി നോക്ക്. ഞാൻ ഏരോ മാർക്ക് ഇടുന്നത് നോർത്ത് പോളാണേ. നോർത്ത് പോള് നോർത്തിനെ റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്താണ് നിൽക്കുക. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ റിപ്പൽ ചെയ്താണ് നിൽക്കുക. നോർത്തിനെ റിപ്പൽ ചെയ്തിട്ടാണ്. ഓക്കെ, ഇവിടെ വെച്ച് കഴിഞ്ഞാലോ നോർത്ത് പോള് സൗത്തിലേക്ക് അട്രാക്ട് ആയിട്ടാണ് നിൽക്കുക. അട്രാക്ട് ആയിട്ടാണ് നിൽക്കുക. ഓക്കെ, ഞാൻ കുറച്ച് ദൂരേക്ക് കൊണ്ടുവച്ചു. അപ്പൊ നോർത്തിനെ റിപ്പൽ ചെയ്തു, പക്ഷെ സൗത്ത് ഇവിടുന്ന് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നോർത്ത് റിപ്പൽ ചെയ്യുന്നുണ്ട്, സൗത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേക പാറ്റേണിലാണ് ഈ കോമ്പസ് നീഡുകൾ നിൽക്കുന്നത്. ഒരു പ്രത്യേക ഡയറക്ഷനിലാണ് ഓരോ കോമ്പസ് നീഡിലും നിൽക്കുന്നത്. എക്സ്പെരിമെന്റിൽ ചെയ്യുന്നതാണ്. ആ പാറ്റേൺ ഞാൻ നോക്കുന്നത് നോർത്തിൽ നിന്ന് ആ ലൈനുകൾ പോവുകയും സൗത്തിലേക്ക് ആ ലൈനുകൾ വരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നോർത്തിൽ നിന്ന് ആ ലൈനുകൾ പോവുകയും സൗത്തിലേക്ക് ആ ലൈൻസ് വരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ചുറ്റും കുറെ നീഡിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നോർത്തിൽ നിന്ന് ഫീൽഡ് ലൈൻസ് പോവുകയും സൗത്തിലേക്ക് വരികയും ചെയ്യാം. നോർത്തിൽ നിന്ന് ഫീൽഡ് ലൈൻസ് പോവുകയും സൗത്തിലേക്ക് വരികയും ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പാറ്റേണിന് ഒരു ഡയറക്ഷൻ കൊടുത്തു, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. മാഗ്നറ്റിന്റെ പുറത്താണ് നമ്മൾ നീഡിൽ വെച്ചത്. അപ്പൊ മാഗ്നറ്റിന്റെ പുറത്ത് നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, ഇത് നോർത്ത് തുടങ്ങി സൗത്തിലങ്ങ് അവസാനിക്കുമോ? ഇല്ല, കാരണം ഇത് കംപ്ലീറ്റ് ലൂപ്പാണ്. ഉള്ളിൽ കൂടെ പോകുന്നുണ്ടാവും. കംപ്ലീറ്റ് ലൂപ്പാണ്. അപ്പൊ ഉള്ളിൽ എന്താ ഇതിന്റെ ഡയറക്ഷൻ? പുറത്ത് ഞാൻ പറഞ്ഞു നോർത്ത് നിന്ന് സൗത്തിലേക്കാണ്. അപ്പൊ ഉള്ളിൽ എന്തായിരിക്കും ഡയറക്ഷൻ? ആലോചിച്ച് നോക്ക്. സിമ്പിളാ, സൗത്ത് നിന്ന് നോർത്തിലേക്ക്. ഇത്രയേ ഉള്ളൂ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. എവിടെയാണ് സാറേ ഡയറക്ഷൻ ചോദിക്കണം. മാഗ്നറ്റിക് ഫീൽഡിന്റെ പുറത്തുനിന്നാണെങ്കിൽ മാഗ്നറ്റിന്റെ പുറത്താണെങ്കിൽ നോർത്ത് ടു സൗത്ത് ആണ് ഡയറക്ഷൻ. മാഗ്നറ്റിന്റെ ഉള്ളിലാണെങ്കിൽ സൗത്ത് ടു നോർത്ത് ആണ് ഡയറക്ഷൻ. കാര്യം ക്ലിയർ അല്ലേ? ഇനി എപ്പോ ചോദിച്ചാലും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നോർത്ത് നിന്ന് തുടങ്ങി സൗത്തിൽ അവസാനിക്കും. സോ നോർത്ത് ടു സൗത്ത്. അപ്പൊ മാഗ്നറ്റിന്റെ ഉള്ളിലോ സൗത്ത് ടു നോർത്ത്. ഓക്കെ, അതിന്റെ ചിത്രമാണ് നമ്മൾ പിന്നീട് ക്ലാസ്സിൽ വരച്ചത്. ഇവിടെ ഒരു ആനിമേഷൻ നോക്കിക്കോ. ഞാൻ കോമ്പസ് നീഡിൽ ഓരോ മൊമെന്റിൽ ഓരോ സ്ഥലത്ത് വെച്ച് നോക്കുന്നേരം ഈ ചുവപ്പ് ലൈൻ കണ്ടോ, അതാണ് നോർത്ത് പോൾ. ആ ചുവപ്പ് നോർത്ത് പോൾ എങ്ങോട്ടാണോ നിൽക്കുന്നത് അതാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഒരു മാഗ്നറ്റ് വെച്ച് എല്ലായിടത്തും കോമ്പസ് നീഡിൽ വെച്ച് നോക്കിയാൽ നിനക്ക് ഈ പാറ്റേണിലാണ് കിട്ടുക. നോർത്ത് നിന്ന് ഫീൽഡ് ലൈൻസ് പോകുന്നത് പോലെയും സൗത്തിലേക്ക് ഫീൽഡ് ലൈൻസ് വരുന്നത് പോലെയും ഫീൽ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ ആയി. ഇനി ഒരു ക്വാണ്ടിറ്റി പറഞ്ഞെങ്കിൽ ദാറ്റ് ഇസ് മാഗ്നറ്റിക് ഫ്ലക്സ്. കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നാണ് അതിന്റെ ഫുൾ നെയിം. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇതെന്താണ് സംഭവം? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, ഇപ്പൊ നോർത്ത് സൗത്ത് ഒരു ബാർ മാഗ്നറ്റിന്റെ നോർത്തും സൗത്തും ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് ചുറ്റും ഫീൽഡ് ലൈൻസ് വരയ്ക്കാനേ. ചുറ്റും കുറെ ഫീൽഡ് ലൈൻസ് ഉണ്ട്. നോർത്ത് ടു സൗത്ത് ആണ് ഫീൽഡ് ലൈൻ ഡയറക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. നോർത്ത് ടു സൗത്ത് ആണ് ഫീൽഡ് ലൈൻ ഡയറക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഇതിങ്ങനെ കൂട്ടിമുട്ടൊന്നുമില്ലേ? ഞാൻ വരച്ചപ്പോൾ തെറ്റിയതാണ്. ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഓക്കെ, ഇനി ഞാൻ ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യാം. എ സ്മോൾ ഏരിയ, യൂണിറ്റ് ഏരിയ. എന്താ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ? ചെറിയൊരു ഏരിയ എടുക്കുക, 1 സെന്റിമീറ്റർ നീളം, 1 സെന്റിമീറ്റർ വീതി, അതിനാണ് യൂണിറ്റ് ഏരിയ എന്ന് പറയാം. ചെറിയൊരു ഏരിയ, 1 യൂണിറ്റ് ലെങ്ത്തും 1 യൂണിറ്റ് ബ്രെഡ്ത്തും ഉള്ള ഏരിയയാണ് യൂണിറ്റ് ഏരിയ എന്ന് പറയാം. ആ ചെറിയൊരു ഏരിയ എടുത്തു നോക്കുക. ഇപ്പൊ ആ ഏരിയയിലൂടെ എത്ര ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട് നീ നോക്കി നോക്ക്. ഒരു ഫീൽഡ് ലൈനാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഫീൽഡ് ലൈനെ പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതേ ഏരിയ എടുത്തിട്ട്, സെയിം ഏരിയ ആണേ, അതേ ഏരിയ എടുത്ത് ഇവിടെ വെച്ചു. അപ്പൊ 1, 2, 3, 4 ഫീൽഡ് ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ ഈ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിനേക്കാൾ കൂടുതൽ ഫീൽഡ് ലൈൻസ് ഈ ഏരിയയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതലാണ് ഇവിടെ. കൺസെപ്റ്റ് കത്തിയില്ലേ? ചെറിയൊരു ഏരിയ കൂടെ എത്ര ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട് എന്നതാണ് ആ ഏരിയയിലുള്ള ഫീൽഡിന്റെ ശക്തി നിർണ്ണയിക്കുന്നത്. അപ്പൊ ഇവിടെ ഫീൽഡിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് ലൈൻ മാത്രമേ ഉള്ളൂ. ഇവിടെ അതേ ഏരിയയിൽ കൂടെ ഒരുപാട് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. അപ്പം ഈ പോളുകളിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി കൂടുതലാണ്. സോ ഈ ശക്തി കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഏരിയ മാറ്റരുതേ, രണ്ട് സ്ഥലത്ത് ഒരേ ഏരിയ ഉപയോഗിക്കണം. നീ ഇവിടെ ചെറിയ ഏരിയ എടുക്കുകയും
മറ്റേ ഭാഗത്ത് വലിയ ഏരിയ എടുക്കുകയും ചെയ്തിട്ട് ഇവിടെ ശക്തി കൂടുതലാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. രണ്ട് സ്ഥലത്ത് ഒരേ ഏരിയ എടുത്തിട്ട് ആ ഏരിയയിലൂടെ എത്ര ഫീൽഡ് ലൈൻ പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിനാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഫ്ലക്സ് എന്ന് പറയും. ഓക്കെ, ഡെഫിനേഷൻ ആയിട്ട് പറയണമെങ്കിൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു എ യൂണിറ്റ് ഏരിയ. നമുക്ക് ഈ കേസിൽ നോക്ക്, ഇവിടെ ഒരു ഫീൽഡ് ലൈനെ പാസ് ചെയ്യുന്നുള്ളൂ, എന്നാൽ ഈ ഏരിയയിൽ 1, 2 കാണുന്നില്ല. പെണ്ണിന്റെ കളർ മാറ്റാം. ഈ ഏരിയയിലൂടെ 1, 2, 3 ഫീൽഡ് ലൈൻ പാസ് ചെയ്യുന്നു. സോ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡെഫിനേഷൻ ഓർത്ത് വെക്കുക, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ത്രൂ എ യൂണിറ്റ് ഏരിയ. അതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, മാഗ്നറ്റിന്റെ ശക്തി ഓർത്ത് വെച്ചാൽ. അടുത്തത് കുറച്ച് ഡയറക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഏത് ഡയറക്ഷൻ പഠിച്ച്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പഠിച്ചു. നോർത്ത് നിന്ന് സൗത്തിലേക്കാണ്. എവിടെ? മാഗ്നറ്റിന് പുറത്ത്. മാഗ്നറ്റിനകത്തല്ലേ, മാഗ്നറ്റിന് പുറത്ത്. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ പഠിക്കണം. ആദ്യം എന്താ കറണ്ട് എന്ന് അറിയണം. കറണ്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഫ്ലോ എന്ന് മാത്രമാണ്. എന്ത് ഫ്ലോ? ഇപ്പൊ വാട്ടർ കറണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ടാങ്കിൽ നിന്ന് പൈപ്പിലൂടെ വെള്ളം വരുന്നില്ലേ, ഇപ്പൊ വാട്ടർ ഫ്ലോ എന്നാണ് അതിന് പറയുക, വാട്ടർ കറണ്ട്. ഓക്കെ, ഇനി ഹീറ്റ് ഫ്ലോ ചെയ്യാണ്, ഹീറ്റ് കറണ്ട് എന്ന് പറയാം. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെ കറണ്ട് എന്ന് പറയും. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റിന്റെ കേസിൽ എന്താ ഫ്ലോ ചെയ്യുന്നത്? ഒന്നുമല്ല, ആ വാക്ക് തന്നെ ഉണ്ട്, ഇലക്ട്രിസിറ്റി. ഇലക്ട്രോൺസ്, ഒരു വയറിലുള്ള ഇലക്ട്രോൺസിന്റെ ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും. ഇപ്പൊ തൽക്കാലത്തേക്ക് അത്ര ഓർത്ത് വെച്ചാൽ മതി. ഒരു വയറിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിനാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. അതിന് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമ്മൾ ടാങ്കിൽ നിന്ന് ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തേക്കാണ് വെള്ളം ഒഴുകുക, ഹൈ പൊട്ടൻഷ്യൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക്. അതുപോലെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ആ കാര്യം ഓർത്ത് നോക്കണം. എപ്പോഴും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറണ്ട് മൂവ് ചെയ്യുക, കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാവുക. പഠിച്ചു നോക്കണേ. ഈ വലിയ വരയാണ് ബാറ്ററിയുടെ പോസിറ്റീവ്, ചെറിയ വരയാണ് ബാറ്ററിയുടെ നെഗറ്റീവ്. അപ്പൊ ആ ഡയറക്ഷനും പഠിച്ച്. നിലവിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പഠിച്ചു, കറണ്ടിന്റെ ഡയറക്ഷൻ പഠിച്ചു. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഡയറക്ഷൻ ആണ് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. അത് എനിക്ക് അറിയണ്ടാവും. നമ്മൾ ക്ലോക്കിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് 12, 1, 2, 3 ക്ലോക്കിന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മുടെ മോഷൻ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി ക്ലോക്ക് പോകുന്നതിന് ഓപ്പോസിറ്റ് 12, 11, 10, 9 ഈ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പഠിച്ചു, കറണ്ടിന്റെ ഡയറക്ഷൻ പഠിച്ചു, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും പഠിച്ചു. സർക്യൂട്ട് എങ്ങനെയാണ് ഉണ്ടാവുക? കറക്റ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സിമ്പിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഓർത്ത് വെച്ചോ. പിന്നെ അറിയേണ്ട അടുത്ത ഡയറക്ഷൻസ് നമ്മൾ മാപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ആണ്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റില് വെസ്റ്റ്, റൈറ്റില് ഈസ്റ്റ്. ഈ രീതിയിലാണ് നമ്മൾ മാപ്പിൽ മാർക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും തന്നിട്ടുണ്ടാവുക. ഈ നോർത്ത് ഇവിടെ വരേണ്ടതിന് പകരം ഇവിടെ അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. അതായത് ജസ്റ്റ് ഒന്ന് തിരിച്ചു, മൊത്തത്തിലൊന്ന് തിരിച്ചു, നോർത്തിന് ഇവിടെ ആക്കി. അപ്പൊ സൗത്തും ഇങ്ങോട്ട് തിരിയില്ലേ, സൗത്തും തിരിയും, നോർത്തിന് ഓപ്പോസിറ്റ് സൗത്ത് ആവും. അപ്പൊ വെസ്റ്റ് എങ്ങോട്ട് പോവും? വെസ്റ്റ് ഇങ്ങോട്ട് പോവും. വെസ്റ്റ് മുകളിലാവും. ഈസ്റ്റോ? ഈസ്റ്റ് താഴെയോ? ടെക്സ്റ്റിൽ ചിലപ്പോൾ ആ ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതൊന്ന് പഠിച്ചു വെക്കണം. ടെക്സ്റ്റിൽ നോർത്ത് ഈ സൈഡും സൗത്ത് ഈ സൈഡും ആണെങ്കിൽ മുകളിൽ വെസ്റ്റ്, താഴെ ഈസ്റ്റ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അത്രയും ഡയറക്ഷൻസ് പറഞ്ഞു. മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്, ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. പിന്നെ നമ്മൾ ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിലേക്കാണ് പോയത്. ഇത് വായിക്കുക ഈസ്റ്റഡ് എന്നാണ്, ഓ സൈലന്റ് ആണ്. ഓയിസ്റ്റഡ് എന്നല്ല, ഈസ്റ്റഡ്സ് എക്സ്പെരിമെന്റ് എന്നാണ് പേര്. ഈസ്റ്റഡ് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പൊ അദ്ദേഹം ഒരു ബാറ്ററി എടുത്തു. ബാറ്ററിയിൽ ഒരു സ്വിച്ച് കണക്ട് ചെയ്തു. ആ സ്വിച്ച് ഒരു വയറുമായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ എ ബി എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടറാണ്. എന്താ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ
ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്ന ആളാണ് എ ബി. അപ്പൊ എ ബി എന്ന് പറഞ്ഞ കണ്ടക്ടർ എടുത്തു, അതിനൊരു ബാറ്ററിന്റെ ഒരു ടെർമിനലായിട്ട് കണക്ട് ചെയ്തു. ഇത് ബെൽ സ്വിച്ച് എന്നാ പറയുന്നത്. ബെൽ സ്വിച്ച്. എന്താ ബെൽ സ്വിച്ച്? നമ്മൾ സാധാരണ സ്വിച്ച് പോലെയല്ല. ബെൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കണക്ഷൻ വരികയും നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ പോവുകയും ചെയ്യും. അതിനാണ് ബെൽ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം ഈസ്റ്റഡ് അറിയാതെ ഒരു കോമ്പസ് നീഡിൽ അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ മൂപ്പർ നോട്ടീസ് ചെയ്തൊരു കാര്യം, കോമ്പസ് നീഡിൽ പതുക്കെ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. എന്താ ഡിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കോമ്പസ് നീഡിൽ ചലിക്കാൻ തുടങ്ങി, മുന്നോട്ടേക്കോ ബാക്കോട്ടേക്കോ നീങ്ങാൻ തുടങ്ങി. അപ്പോൾ ഈസ്റ്റേണിന് ഒരു സംശയം, സാധാരണ ഞാനൊരു മാഗ്നറ്റിന്റെ അടുത്തേക്ക് നീഡിൽ കൊണ്ടുവരുന്നവരാണ് ഈ ഡിഫ്ലക്ഷൻസ് ഒക്കെ കാണല്. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ചലിക്കുക, ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒക്കെ മൂവ് ചെയ്യുന്നതിനാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയാം. പക്ഷെ ഇവിടെ മാഗ്നറ്റ് ഒന്നും ഇല്ല, പിന്നെ എങ്ങനെയാണ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്? അത് വലിയൊരു സംശയമായി. അപ്പം ഈസ്റ്റഡ് കൺക്ലൂഡ് ചെയ്തൊരു കാര്യം, ഒരു വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ, വളരെ പ്രധാനം, ഒരു വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ആ വയറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഈ ഫീൽഡ് കാരണമാണ് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്. ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ ഫീൽഡ് കാരണമാണ് കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്. കാര്യം മനസ്സിലായില്ലേ? ഇതിനെയാണ് ഈ പാഠത്തിലെ ഹെഡിങ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും അതിന്റെ മാഗ്നറ്റിക് എഫക്ട്സ് ഉണ്ടാകും. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മാഗ്നറ്റിസം ഉണ്ടാക്കുന്നു. ഇതിനെയാണ് ഈ ചാപ്റ്ററിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത്. ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കാര്യം മനസ്സിലായില്ലേ? ആ ഐഡിയ മനസ്സിൽ ഉറപ്പിക്കാം. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും രണ്ടാളല്ല. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് മാഗ്നറ്റിസവും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഈസ്റ്റേണിന്റെ എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങോട്ടാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ആ പരീക്ഷണം, അതിന്റെ കൺക്ലൂഷൻസും ഒബ്സർവേഷനും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എന്താണ് ചെയ്തത്. ഇപ്പൊ സ്ക്രീനില് നിനക്ക് ബാറ്ററി കാണാം, ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഡയറക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടില്ല. കോമ്പസ് നീഡിലുള്ളത് താഴെയാണ്. നമ്മൾ മേലെ നിന്ന് നോക്കുന്ന വ്യൂ ആണ് കാണിച്ചത്, ടോപ്പ് വ്യൂ ആണ്. കോമ്പസ് നീഡിൽ താഴെ വെച്ചു, വയർ അതിന്റെ മേലെ കൂടിയാണ് പോകുന്നത്. ചിത്രം കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ ബാറ്ററി കണക്ട് ചെയ്യാണ്. അപ്പൊ കറന്റ് ഡയറക്ഷൻ നീ നോക്കുക. ഞാൻ കണക്ട് ചെയ്യാതിരിക്കുന്ന നേരം നീഡിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? നോർത്ത് ടു സൗത്ത് ഡയറക്ഷനാണ് നിൽക്കുന്നത്. ഞാൻ ബാറ്ററി കൊടുക്കുകയാണ്, കണക്ഷൻ കൊടുത്തു. കറണ്ട് എങ്ങോട്ടാ പോകാൻ നോക്ക്. കറണ്ട് ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ കോമ്പസ് നീഡിൽ എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത് നോക്ക്. നീ നേരത്തെ ഇങ്ങനെ നിന്ന ആളാ, നോർത്ത് ടു സൗത്ത് നിന്ന ആള് ഈ ഭാഗത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു. ഇതാണ് ഈ ഭാഗം, നോർത്ത് നിന്ന് മേലോട്ട് തന്നെ വെസ്റ്റ് ഭാഗത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീഡിൽ വെസ്റ്റ് ഭാഗത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു. ഓർത്തോക്കണേ, നീഡിൽ വെസ്റ്റ് ഭാഗത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു. നെക്സ്റ്റ്, ഞാൻ കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി, അതായത് ബാറ്ററി തിരിച്ചു വെച്ചു. ഓഫ് ആക്കിയപ്പോൾ ഡിഫ്ലക്ഷൻ പോയി. ഞാൻ ബാറ്ററി തിരിച്ചു വെച്ചു, അതായത് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാം. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ആയി. നമുക്ക് നേരത്തെ നോർത്ത് ടു സൗത്ത് നിന്ന ആള് ഇപ്പം ഈസ്റ്റിലോട്ടാണ് മാറിയത്. ഈസ്റ്റിലോട്ടാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത്. നേരത്തെ വെസ്റ്റിലോട്ടായിരുന്നു ഡിഫ്ലക്ഷൻ, ഇപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഈസ്റ്റിലോട്ടാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ഇത്രയാണ് എക്സ്പെരിമെന്റ്. ഇത്രയേ ഉള്ളൂ. ബാറ്ററി കണക്ട് ചെയ്യാതിരുന്നപ്പോൾ ഡിഫ്ലക്ഷൻ ഒന്നുമില്ല, കറണ്ടും പോകുന്നില്ല, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡും ഇല്ല. ഞാൻ ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഫസ്റ്റ് വെസ്റ്റിലോട്ടാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത്. കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റിയപ്പോൾ ഡിഫ്ലക്ഷനും തിരിഞ്ഞു. ഇതായിരുന്നു എക്സ്പെരിമെന്റ്. ഓക്കെ, അതിന്റെ ഒബ്സർവേഷൻ ആണ് പിന്നെ നോട്ടിൽ ഉണ്ടാവുക. നീ നോട്ട് വെച്ചിട്ട് ക്ലാസ് കേൾക്കണേ. നെക്സ്റ്റ് അതിന്റെ ഒബ്സർവേഷൻ ആണ്, നമുക്ക് നോക്കാം.
ശ്രദ്ധിച്ചോ, സെയിം ഞാനിപ്പോ കാണിച്ച അതേ എക്സ്പെരിമെന്റ് എന്ന് ബിയിലേക്ക് കറണ്ട് പോകുന്നു. ഞാൻ ബാറ്ററി കണക്ട് ചെയ്യാണ്, സ്വിച്ച് ഓൺ ചെയ്തു. അപ്പൊ കറണ്ട് എങ്ങോട്ടാ പോവാ നോക്ക്, പോസിറ്റീവ് നെഗറ്റീവിലേക്ക്, പോസിറ്റീവ് നെഗറ്റീവിലേക്ക്, എന്ന് ബിയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യാം. എന്ന് ബിയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ കണ്ടത് നീഡിൽ വെസ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. വെസ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ആലോചിച്ചോക്ക്, നോർത്ത് നിന്ന് വെസ്റ്റിലോട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. നോർത്ത് നിന്ന് വെസ്റ്റിലോട്ട് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റി. അതെങ്ങനെ മാറ്റുക? ബാറ്ററി തിരിച്ചു വെക്കുക. അടുത്ത കേസിൽ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റി. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ ബാറ്ററി നേരെ തിരിച്ചു വെച്ചു, ബിന്ന് എയിലേക്കാക്കി. അപ്പൊ നേരത്തെ എന്താ കണ്ടത്? ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ഇല്ലായിരുന്നോ? യെസ്, ഡിഫ്ലക്ഷൻ വെസ്റ്റിലോട്ട് പോകേണ്ടതിന് പകരം ഈസ്റ്റിലോട്ടായി. ഇത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? നമുക്ക് നോർത്തിലോട്ട് നിന്നാണ് ഈസ്റ്റിലോട്ടായി. ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ് അല്ലേ? യെസ്. അപ്പൊ ആദ്യത്തെ കേസിൽ വെസ്റ്റിലോട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡിഫ്ലക്ഷൻ, രണ്ടാമത്തെ കേസിൽ ഈസ്റ്റിലോട്ട് ക്ലോക്ക് വൈസ് ഡിഫ്ലക്ഷൻ. ഇതാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ നോട്ടിൽ എഴുതി വെച്ചത്. നോക്കിയാൽ മതി. ഫസ്റ്റ് കേസിൽ വെസ്റ്റിലോട്ട് ആന്റി ക്ലോക്ക് വൈസ്, സെക്കൻഡ് കേസിൽ ഈസ്റ്റിലോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ. ഈ ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ് ഉണ്ടാവുക എന്ന് പഠിച്ചൊക്കെ ഒത്തിരി പാടാം. അപ്പൊ അത് പഠിച്ചു വെക്കാനുള്ള ഈസി മെത്തേഡ് അല്ലെങ്കിൽ റൂളാണ് നമ്മൾ അടുത്ത് പറഞ്ഞ ആംബിയസ് സ്വിമ്മിംഗ് റൂൾ. എന്താണ് സ്വിമ്മിംഗ് റൂൾ നോക്കാം. കറണ്ട് എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ഒരാൾ സ്വിം ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പൊ നീ ഇവിടെ നിന്നിട്ട് കറണ്ട് എ എന്ന് ബിയിലേക്കാണ് പോകുന്നത്. ഞാൻ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കണക്ട് ചെയ്തു. അപ്പൊ കറണ്ട് എ എന്ന് ബിയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ എ എന്ന് ബിയിലോട്ട് സ്വിം ചെയ്യുന്ന മാതിരി ഇമാജിൻ ചെയ്യാം. അങ്ങനെയെങ്കിൽ ആ സ്വിം ചെയ്യുന്ന ആളുടെ ലെഫ്റ്റ് ഹാൻഡ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് എങ്ങോട്ടാണോ അങ്ങോട്ടേക്കാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. മനസ്സിലായില്ല? നോക്ക്, സാധാരണ നീഡിൽ നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ് നിൽക്കുക. കറണ്ട് ഒന്നും ഇല്ലെങ്കിൽ കറണ്ട് എ എന്ന് ബിയിലേക്ക് പാസ് ചെയ്യുന്ന നേരം നമ്മൾ എ എന്ന് ബിയിലേക്കാണ് നീന്തേണ്ടത്. അപ്പൊ അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങോട്ടാണ് ഉണ്ടാവുക? നോക്കി നോക്ക്, വെസ്റ്റിലോട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടാവുക. നീ സ്വിം ചെയ്യുന്ന പോലെ ഇമാജിൻ ചെയ്യും. എ എന്ന് ബിയിലോട്ട് പോകുന്ന നേരം എന്റെ ലെഫ്റ്റ് ഹാൻഡ് വെസ്റ്റ് സൈഡിലോട്ടാണ് ഉണ്ടാവുക. നീഡിൽ വെസ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഓർത്ത് വെക്കാനുള്ള എളുപ്പത്തിലാണ് ഈ റൂള്. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ തിരിച്ചു. ഞാൻ എ എന്ന് ബിയിലേക്ക് ആക്കി. അതായത് ബി ഞാൻ പോസിറ്റീവ് ആയിട്ടും എ ഞാൻ നെഗറ്റീവ് ആയിട്ടും കണക്ട് ചെയ്തു. അപ്പൊ കറണ്ട് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ആയിരിക്കും, ബി ടു എ. അപ്പൊ എങ്ങനെ നീന്തണം? നമ്മൾ ബിന്ന് എയിലോട്ട് നീന്തണം. കറണ്ടിന്റെ അതേ ഡയറക്ഷനിൽ നീന്തണം, അത്രേ ഉള്ളൂ. കറണ്ടിന്റെ ഡയറക്ഷനിൽ നീന്തുന്ന നേരം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നീ നീന്തി നോക്ക്. നീന്തുന്ന നേരം നല്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എവിടെയാണോ അങ്ങോട്ടാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഈസ്റ്റ് ആണുള്ളത്, ഈസ്റ്റിലേക്കാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി നീന്തുമ്പോൾ രണ്ട് രീതിയിൽ നീന്താം. നമുക്ക് താഴോട്ട് നോക്കി നീന്താം, വേണമെങ്കിൽ മുകളിലോട്ട് നോക്കി നീന്താം. അത് ഞാൻ മനസ്സിലാക്കുക എങ്ങനെ നീന്തണം എന്നുള്ളത്. കോമ്പസ് നീഡിൽ എവിടെയാണോ ആ നീഡിൽ നോക്കിയിട്ട് നീന്തുക. കോമ്പസ് നീഡിൽ താഴെയാണ് വെച്ചതെങ്കിൽ താഴോട്ട് നോക്കി നീന്തുക. കോമ്പസ് നീഡിൽ നേരെയാണ് വെച്ചതെങ്കിൽ മേലോട്ടേക്ക് നോക്കി നീന്തുക. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ഡിഫ്ലക്ഷൻ മനസ്സിലാവും. അപ്പൊ റൂൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇമാജിൻ എ പേഴ്സൺ സ്വിമ്മിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഡയറക്ഷനിൽ നീന്തുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ലുക്കിംഗ് അറ്റ് ദി മാഗ്നറ്റിക് നീഡിൽ നോക്കിയിട്ട് നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ വിൽ ഡിഫ്ലക്ട് ടുവേർഡ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി പേഴ്സൺ. ഒരാള് കറണ്ടിന്റെ ഡയറക്ഷനിൽ നീന്തിയാൽ അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങോട്ടാണോ അങ്ങോട്ടേക്കാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഡിഫ്ലക്ഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഒന്ന് ഞാൻ പറഞ്ഞു, കറണ്ടിന്റെ ഡയറക്ഷൻ. നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് ഒന്നുകൂടി പോവാം. കറണ്ടിന്റെ മാറ്റുന്ന നേരം ബാറ്ററി മാറ്റുക, കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുന്ന നേരം ഡിഫ്ലക്ഷൻ മാറുന്നുണ്ട്. ഇനി കോമ്പസ് നീഡിൽ മാറ്റി വെക്ക്. കോമ്പസ് നീഡിൽ താഴെ വെക്കേണ്ടതിന് പകരം മേലെ വെക്കുക, മേലെ എടുത്ത് വെക്കുക. അപ്പോഴും ഡിഫ്ലക്ഷൻ മാറുന്നുണ്ട്. ഇല്ലേ? യെസ്. അപ്പൊ ഡിഫ്ലക്ഷൻ എഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് കറണ്ടിന്റെ ഡയറക്ഷൻ, രണ്ട് മാഗ്നറ്റിക് നീഡിലെ പൊസിഷൻ. നീ എവിടെയാണോ മാഗ്നറ്റിക് നീഡിൽ വെക്കുന്നത് അവിടെ ഡിഫ്ലക്ഷൻ മാറുന്നുണ്ട്.
സോ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന് കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുന്നേരം ഡിഫ്ലക്ഷൻ മാറുന്നുണ്ട്. രണ്ട് മാഗ്നറ്റിക് നീഡിന്റെ പൊസിഷൻ മാറ്റുന്നേരം ഡിഫ്ലക്ഷൻ മാറുന്നുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈ ഹോംവർക്ക് ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയേ. നോക്ക്. ചിത്രത്തിൽ ഒരു കണ്ടക്ടർ കൊടുത്തേക്ക് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുക. അപ്പൊ കറണ്ട് എങ്ങോട്ടാ പോകാൻ ആദ്യം കണ്ടുപിടിക്കുക. പോസിറ്റീവ് നെഗറ്റീവ്. കറണ്ട് പോകാൻ എങ്ങനെയാ? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഓക്കെ, ആ ഡയറക്ഷനിൽ നീന്തി നോക്കുക. നോർത്തും സൗത്തിൽ ഈ ഡയറക്ഷനിൽ നീന്തി നോക്കുക. സ്വിം ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എങ്ങോട്ടാ വരിക? വെസ്റ്റ് അങ്ങോട്ടേക്കും ഈസ്റ്റ് നമ്മുടെ സ്ക്രീന് പുറത്തേക്ക് ആയിരിക്കും. 3D ആലോചിക്കുക. വെസ്റ്റ് ഉള്ളോട്ടേക്കും ഈസ്റ്റ് സ്ക്രീന് പുറത്തേക്കായിരിക്കും. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരെ വെസ്റ്റിലോട്ടാണ്. ഇപ്പൊ വെസ്റ്റിലോട്ടാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. വെസ്റ്റിലോട്ടുള്ള ഡിഫ്ലക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഇനി ഈ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ തിരിക്കണം. അതിന് രണ്ട് വഴി പറഞ്ഞെങ്കിൽ സജസ്റ്റ് 2 ways to reverse the direction of deflection. ഒന്ന് കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുക, രണ്ട് മാഗ്നറ്റിക് നീഡിന്റെ പൊസിഷൻ മാറ്റുക. ഈ താഴെ വെക്കുന്നതിന് പകരം മേലെ വെക്കുക. ഈ രണ്ട് കേസുകൾ ചെയ്താലും ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ മാറും. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഓക്കെ, അതിനുശേഷം പറഞ്ഞത് ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിനും ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള റൂൾ ഏതായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂള് ഓർമ്മയുണ്ടോ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. അതായത് കണ്ടക്ടറിൽ കറണ്ട് എങ്ങോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിൽ കണ്ടക്ടറെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി വിരലുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അത് കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ വരെയാണ് നമുക്ക് മിസ്സായതെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പറയാം.